സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ HPB ആൻഡ് GA ക്യാൻസർ സർജന്മാരുടെ ആഗോള ഉച്ചകോടി മെയ് 10-11 തീയതികളിൽ കോവളത്ത് നടക്കുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി സെക്രട്ടറിയും സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ പ്രൊഫസർ ഡോക്ടർ ബൈജു സേനാധിപൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ നടക്കുന്ന ദ്വിദിന ഉച്ചകോടിയിൽ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ക്യാൻസർ സർജറി വിദഗ്ധർ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർജൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രത്യേകിച്ചും ഉദര ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന സർജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് നടക്കാൻ പോകുന്നത്. മെയ് 10-11 തീയതികളിൽ കോവളത്ത് ഉദയസമുദ്ര റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് കൂടുതലും നമ്മൾ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിയും ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും വരുന്നത് കൊണ്ടിട്ടാണ് ക്ലോസ് ടു ദി എയർപോർട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഉദയസമുദ്ര വെച്ച് നടത്തുന്നത്. ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ സർജറിയെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും ഹെപ്പറ്റോ പാങ്ക്രറ്റോ ബിലിയറി സർജറി. ഹെപ്പറ്റോ എന്ന് പറഞ്ഞാൽ ലിവർ, പാങ്ക്രറ്റോ എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസ്, ബിലിയറി എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിയും പിത്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ, അതായത് ആമാശയം, ചെറുകുടൽ, വൻകുടൽ തുടങ്ങിയ ഏരിയയിലുണ്ടാകുന്ന ക്യാൻസർ സംബന്ധിച്ച ഉള്ള ശസ്ത്രക്രിയയുടെയും അനുബന്ധ ചികിത്സകളുടെയും ചർച്ചകളായിരിക്കും. ഈ റീസെൻ്റായിട്ടുണ്ടായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എന്താണ്, ഭാവിയിലേക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണ്, നമ്മുടെ നാട്ടിൽ എത്തപ്പെടാത്ത അഡ്വാൻസ്മെൻറ്റ്സ്, അതിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതലും ചർച്ച ചെയ്യുന്നത്. ഏകദേശം 10ഓളം ഇൻ്റർനാഷണൽ, അത് വെൽ നോൺ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഹു ആർ അതോറിറ്റീസ് ഇൻ ദി ഫീൽഡ്. ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രൊഫസർ ഗൈഡോ ടോസല്ലി ഫ്രം ഇറ്റലി, പാങ്ക്രിയാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ നഗക്കാവ യുച്ചി ഫ്രം ജപ്പാൻ, സ്റ്റൊമക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ സിയോഷി എറ്റോ ഒയിറ്റ യൂണിവേഴ്സിറ്റി ജപ്പാൻ, കോളോറക്ടൽ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സിയോൺ ഹാൻ കിം ഫ്രം കൊറിയ. അങ്ങനെ അനവധി ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ ഈ മീറ്റിങ്ങിൽ ഡിസ്കഷന് വേണ്ടി പങ്കെടുക്കുകയും മീറ്റിങ്ങിലെ ഭാഗവാക്കാവുകയും ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിലാണെങ്കിൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി, മേഡാൻഡ മെഡിസിറ്റി ഡൽഹി, മാക്സ് ഹോസ്പിറ്റൽ ഡൽഹി, GB പന്ത് ഹോസ്പിറ്റൽ ഡൽഹി, ഗംഗാറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി, അങ്ങനെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും, അതുപോലെ തന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇത് ക്യാൻസർ സംബന്ധിച്ചുമായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുള്ള അടയാർ ക്യാൻസർ സെൻറ്റർ, ടാറ്റ മെമ്മോറിയൽ മെഡിക്കൽ സെൻറ്റർ, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബോംബെ, അങ്ങനെ MER ക്യാൻസർ സെൻറ്റർ കണ്ണൂർ, അങ്ങനെ രാജ്യത്തെ എവിടെയൊക്കെ പ്രമുഖമായിട്ടുള്ള ക്യാൻസർ സെൻറ്ററുകളുണ്ടോ അവിടെയെല്ലാം ഉള്ള വിദഗ്ധന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം ഫാക്കൽറ്റി മാത്രം നാഷണൽ ലെവലിൽ നിന്നും പല പല നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനാണ്. ഇത് ചാരിറ്റി ഓർഗനൈസേഷനാണ്. 2012 ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ.